எல்லாமே பயங்கரம் ப்ரோ. நீங்க படம் வந்து பார்த்தாலே போதும். സ്റ്റാറുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഗൊത്തലു ഇൻഡസ്ട്രി. ഇതാ സാർ. ക്രേസി സ്റ്റാർ, റിയൽ സ്റ്റാർ, ഡയമണ്ട് സ്റ്റാർ, റോറിംഗ് സ്റ്റാർ, ലവ്ലി സ്റ്റാർ, റോക്കിംഗ് സ്റ്റാർ, ഗോൾഡൻ സ്റ്റാർ, റെബൽ സ്റ്റാർ, ഹാട്രിക് സ്റ്റാർ, പവർ സ്റ്റാർ, ചലഞ്ചിങ് സ്റ്റാർ. ഇതെന്താ ക്രിസ്മസിന് കുന്നംകുളം അങ്ങാടി പോലും കാണില്ലല്ലോ ഇത്രയും സ്റ്റാർസ്. അപ്പൊ ഈ കൂട്ടത്തിലെ കൊല കൊമ്പൻ ചലഞ്ചിങ് സ്റ്റാർ ദർശന്റെ പടമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നേ. ലിറ്ററലി എ കൊല കൊമ്പൻ. നശിച്ച നാറി, നീ നശിച്ചു പോവത്തേയുള്ളൂ. ഇതിലിങ്ങൾക്ക് ചലഞ്ചിങ് സ്റ്റാർ എന്ന് മാത്രമല്ല ടൈറ്റിൽ ഉള്ളത്. ദി ഹാൻസം ഹങ്ക്, ദി സ്പങ്കി ഹീറോ, അങ്ങനെ എന്തൊക്കെയോ ടൈറ്റിലുകളാണ്. അങ്ങനെ ചലഞ്ചിങ് സ്റ്റാർ അഭിനയിച്ച ടെസ്റ്റിക്കിൾസ് വരെ അലിഞ്ഞു പോകുന്ന ഒരു ലവ് സ്റ്റോറി വിരാട്, എ ചിൽ മൂവി. ഇതൊരു പ്രത്യേക തരം ലവ് സ്റ്റോറിയാണ്. എ സ്ക്വയർ ലവ് സ്റ്റോറി. ഈ സ്ക്വയർ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഒരു ചെക്കനെ 3 പെണ്ണുങ്ങൾ ചേർന്നങ്ങ് പ്രേമിക്കുക. അപ്പൊ അതൊക്കെ കൂടി കൂട്ടി വരച്ചാൽ ഒരു സ്ക്വയറായി മാറുമല്ലോ. അതാണ് സ്ക്വയർ ലവ് സ്റ്റോറി അഥവാ ചതുരാപരാധം. ഇതിൽ ചലഞ്ചിങ് സ്റ്റാർ പ്രേമിക്കാൻ പോകുന്ന 3 പെണ്ണുങ്ങളാണ്. ദാ ഇവർ 3 പേരും. കീർത്തി, സ്പ്രൂതി, പ്രീതി. ഈ പ്രാസം ഒപ്പിക്കാൻ വേണ്ടി കൂട്ടി എന്നൊന്നും പേരിടഞ്ഞത് എന്തോ ഭാഗ്യം. ഇതിൽ കീർത്തി പട്ടണത്തിൽ പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ അവളുടെ വീട്ടുകാർക്ക് അതിനൊന്നും സമ്മതമല്ലായിരുന്നു. കാരണം പണ്ട് ഇവളുടെ ചേച്ചി ഇതേപോലെ പട്ടണത്തിൽ ജോലി ചെയ്യാൻ പോയിട്ട് തന്ത ആരാണെന്ന് അറിയാത്ത ഒരു കൊച്ചിനെ മുഖത്ത് വെച്ചിട്ടാണത്രേ ലാൻഡ് ആയത്. അവസാനം കീർത്തി വീട്ടുകാരെയൊക്കെ ഞാൻ ചേച്ചിനെ പോലെയൊന്നും ആവില്ല എന്ന് പറഞ്ഞ് കൺവിൻസ് ആക്കി പട്ടണത്തിലെ ഒരു കമ്പനിയിലേക്ക് ഇന്റർവ്യൂവിന് പോകും. അപ്പൊ ഇന്റർവ്യൂ നടത്തുന്ന മാനേജർ പറയും, ഞങ്ങൾക്ക് ഈ ട്രഡീഷണൽ ഡ്രസ്സ് ധരിക്കുന്ന പിള്ളേരെ ഒന്നും ഇഷ്ടമല്ല, മോഡേൺ ഡ്രസ്സ് ഇടണമെന്ന് പറയും. അപ്പൊ തന്നെ അവൾ ഇന്റർവ്യൂന്ന് ഇറങ്ങിപ്പോയി ഒരു മോഡേൺ ഡ്രസ്സ് ഇട്ട് വന്ന് ഇന്റർവ്യൂ പാസ്സായി ജോലി വാങ്ങും. പിള്ളേരൊക്കെ CV വരെ എടുക്കാൻ മറക്കുന്ന ഈ കാലത്തും ഒരു ജോഡി മോഡേൺ ഡ്രസ്സും കൈപിടിച്ചു പോയ ആത്മാർത്ഥത നമ്മൾ ആരും കാണാതെ പോകരുത്. ഇനി സ്പ്രൂതിയെ പറ്റി പറയുകയാണെങ്കിൽ പച്ചമണ്ണ്, മദർ തെരേസ, പാവം പിടിച്ച അനാഥ കുട്ടികളെ സഹായിക്കുന്നതാണ് പ്രധാന ഹോബി. യെസ് ഗൈസ്, എല്ലാ സിനിമയിലും പോലെ കണ്ണ് കാണാത്തവരെ റോഡ് ക്രോസ് ചെയ്യിപ്പിച്ചു കൊടുക്കുന്ന ആ കുട്ടി. ഇനി പ്രീതിയെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കുറച്ച് ഓവർ ആക്ട് ചെയ്യണം, കുറച്ച് ഡാൻസ് കളിക്കണം, പോണം, അത്ര തന്നെ. ഇനി നമുക്ക് നായകൻ വിരാട്ടിനെ പറ്റി നോക്കാം. ആളൊരു വമ്പൻ കോടീശ്വരനാണ്. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ. 6000 കോടി രൂപയാണ് വിരാട്ടിന്റെ ആസ്തി. 16 രാജ്യത്താണ് മൂപ്പർക്ക് ഓഫീസ് ഉള്ളത്. ഇപ്പൊ 2 പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. മാത്രമല്ല റെവിറ്റിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത ഒരു വീട്ടിലാണ് താമസം. ഇത്ര വലിയൊരു ബൂർഷ മുതലാളിയാണെങ്കിലും തൊഴിലാളികളെയൊക്കെ പൊന്നു പോലെയാണ് ഇയാൾ നോക്കുക. ഉദാഹരണത്തിന് 24 മണിക്കൂറും ബോഡി ഗാർഡ്സിനെ വെച്ചിട്ടാണ് വിരാട്ടിന്റെ നടപ്പ്. പക്ഷെ ആ ബോഡി ഗാർഡ്സിനൊന്നും പണിയെടുക്കാൻ പോലും വിരാട്ട് സമ്മതിക്കില്ല. അവന്മാരുടെ എല്ലാ പണിയും വിരാട്ട് ഒറ്റയ്ക്കങ്ങ് ചെയ്യും. ബോഡി ഗാർഡ്സ് ഒക്കെ ഇതാ ഇങ്ങനെ ചുമ്മാ നോക്കി നിന്നാ മതി. ഇത്രയൊക്കെ റിച്ച് ആണെങ്കിലും ഒഴിവ് സമയങ്ങളിൽ മടല് വെട്ടി വളച്ച് വില്ലുണ്ടാക്കി അമ്പ് വിട്ട് കളിക്കാനും വിരാട്ട് കുറച്ച് സമയം മാറ്റിവെച്ചിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കർണാടകയിൽ 10,600 കോടിയുടെ വലിയൊരു പവർ പ്ലാന്റ് വരുന്നത്. അതിന്റെ കൺസ്ട്രക്ഷൻ പിടിച്ചെടുക്കാൻ വേണ്ടി വിരാട്ടിന്റെ കമ്പനിയും വില്ലന്റെ കമ്പനിയും മത്സരമാവും. അങ്ങനെ ഒരു ദിവസം മുഖ്യമന്ത്രി ഒരു സെമിനാർ വെക്കും ഈ പ്രോജക്ട് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി. ബട്ട് ഗൈസ്, അതൊരുമാതിരി മറ്റോടത്ത് തീരുമാനമായി പോയി. കാരണം നമ്മുടെ വില്ലൻ ഒരു ബാക്ക് ബെഞ്ചറാണ്. അവൻ സെമിനാർ ഹാളിൽ ചെന്ന് ദിസ് പ്രോജക്ട് ഈസ് എ ഫാന്റാസ്റ്റിക് പ്രോജക്ട്, വി ക്യാൻ പ്രൊഡ്യൂസ് പവർ എന്നൊക്കെ പറഞ്ഞ് ബബ്ബ അടിക്കും. ഈ സമയത്താണ് നമ്മുടെ വിരാട്ട് സ്റ്റേജിൽ കയറി അങ്ങ് പൊളിക്കുന്നത്. മൂപ്പര് പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ വെച്ച് ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ അങ്ങ് തള്ളിവിടും. ലാസ്റ്റ് HODയും പ്രിൻസിപ്പാളും ഒക്കെ വന്ന് ആ പ്രൊജക്ട് വിരാട്ടിന് അങ്ങ് കൊടുക്കും. അങ്ങനെ ഇതിൽ ദേഷ്യം വന്ന് വില്ലൻ സെമിനാർ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയതും വിരാട്ടിനെ തല്ലാൻ വേണ്ടി കുറച്ച് ഗുണ്ടകളെ വിടും. പിന്നെ അവിടെ ഐസക് ന്യൂട്ടൻ വന്ന് കുനിഞ്ഞു നിൽക്കുന്ന ഒരു സംഘടന നടക്കുകയാണ്. ഒരുത്തനെ വിരാട്ട് കാലിൽ വാരി എറിഞ്ഞ് ഒരു തെങ്ങ് മറിച്ചിടും. പിന്നെ ഒരുത്തനൊരു മതിലിന്റെ മേലേക്കെറിഞ്ഞ് ഇഷ്ടിക വരെ പുറത്തേക്ക് എടുക്കും. സോ ഗൈസ്, ഇങ്ങനെ പാവം പിടിച്ച ഗുണ്ടകളെ വളരെ മൃഗീയമായി പീഡിപ്പിച്ചിരിക്കുന്ന സമയത്താണ്
ഇനി കുറച്ച് ചാരിറ്റി ആവാമെന്ന് വിചാരിച്ച് വിരാട് ഒരു ഓർഫനേജിലേക്ക് പോകുന്നത്. ആ സമയത്താണ് ഓർഫനേജിലെ കുട്ടികളെ തലോലിക്കാൻ വന്ന സ്മൃതി വിരാട്ടിനെ കാണുന്നതും ഉഫ് നല്ല ചാരിറ്റി ഉള്ള ചേട്ടൻ എന്നും പറഞ്ഞ് വിരാട്ടിനോട് ഒരു പ്രേമം തോന്നണതും അപ്പൊ തന്നെ വിരാട്ടിനെ കൂട്ടി ഒരു ഡാൻസ് കളിക്കാൻ പോകുന്നതും. ആ ഡാൻസ് കഴിഞ്ഞ ഉടനെ തന്നെ വിരാട് ഒരു ദിവസം കാറിൽ പോകുമ്പോൾ കുറച്ച് ഗുണ്ടകൾ വന്ന് റോഡ് ബ്ലോക്ക് ആക്കി വിരാട്ടിനെ അടിക്കാൻ വരും. യെസ്, അടുത്ത ഫൈറ്റ് സീക്വൻസ്. അടിയുടെ മണം അടിച്ചപ്പോ തന്നെ ഐസക് ന്യൂട്ടൻ ആ പഞ്ചായത്ത് വിട്ട്. പിന്നീട് അവിടെ നടന്നത് പല പ്രപഞ്ച സത്യങ്ങളെയും തിരുത്തി കുറിക്കുന്ന സംഘടന രംഗമാണ്. വിരാട്ടിനെ ഇടിച്ചു തെറിപ്പിക്കാൻ വേണ്ടി ബൈക്കിൽ വന്നൊരു ഗുണ്ടയെ ബൈക്കിന്റെ മണ്ടയ്ക്ക് ചവിട്ടി എയറിലിട്ട് വട്ടം കറക്കും. പിന്നെ ബൈക്കിൽ വന്നൊരുത്തനെ ഫ്രണ്ട് ടയറിൽ ചവിട്ടി ബാക്ക് ടയർ പൊക്കി കറക്കി എടുത്ത് വലിച്ചെറിയും. ഇതൊക്കെ കണ്ടതും ഒരു ഗുണ്ട ഓ നീ ഫ്രണ്ട് ടയറല്ലേ ചവിട്ടി തിരിക്കൂ, എന്നാ ഞാൻ ഫ്രണ്ട് ടയർ പൊക്കി വരാടാ എന്ന് പറഞ്ഞു വരും. അപ്പതാ വിരാട് അവന്റെ ഫ്രണ്ട് ടയർ പിടിച്ച് ഒരൊറ്റടി. ഇവരാ ബൈക്കിന് പുളിമങ്ങ തിരിക്കുന്ന തോന്നുന്നേ. ഇതിലെ ഗുണ്ടകളുടെ ചോര മുത്തുമണി പോലെയാണ്. സോ ഗൈസ്, ഈ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മുടെ പ്രീതി അവിടെ നിന്ന് കണ്ട് കുളിര് കോരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് ദി ഹാൻസം ഹങ്ക് വിരാട്ടിനോട് അടക്കാനാവാത്ത പ്രണയം തോന്നി വിരാട്ടിനെയും കൂട്ടി ഒരു ഡാൻസ് കളിക്കാൻ പോകും. ഇപ്പൊ 2 ഡാൻസ് കഴിഞ്ഞു. ഇനി ചെസ് നമ്പർ 3 കീർത്തി അന്ന് ഇന്റർവ്യൂ പാസ്സായി ജോലിക്ക് കയറിയത് വിരാട്ടിന്റെ കമ്പനിയിലാണ്. അങ്ങനെ വിരാട്ടിന്റെ ഒപ്പം പണിയെടുത്ത് പ്രണയം തോന്നി കീർത്തി വിരാട്ടിനെയും കൂട്ടി ഡാൻസ് കളിക്കാൻ പോകും. അപ്പൊ ഈ 3 പേർക്കും വിരാട്ടിനോട് വൻ പ്രണയമായിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം വളരെ യാദർശികമായി ഈ 3 പേരും ഒരു ടെറസിന്റെ മുകളിൽ വിരാട്ടിനോട് അവരുടെ പ്രണയം തുറന്നു പറയാൻ വേണ്ടി വന്ന് സംഗമിക്കുകയാണ്. എന്നിട്ട് ഇവർ 3 പേരും കൂടി വിരാട്ടിനെ പ്രപ്പോസ് ആക്കി അവിടെ കൂട്ടയടിയാവും. സോ ഗൈസ്, ആ കീർത്തിയും സ്മൃതിയും പ്രീതിയും തനിക്ക് വേണ്ടി തല്ലുകൊടുന്ന കാഴ്ച കണ്ട് കിഡ്നി അലിഞ്ഞ വിരാട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എനിക്കൊരു ഐഡിയ കിട്ടിയെന്ന് പറയും. ആ ഐഡിയ പറയുന്നത് വരെ നിങ്ങളൊന്ന് റിലാക്സ് ആവെന്ന് കീർത്തിയോടും സ്മൃതിയോടും പ്രീതിയോടും പറയും. ആ റിലാക്സ് ചെയ്യാൻ കൊടുത്ത ഗ്യാപ്പില് കീർത്തിയും സ്മൃതിയും പ്രീതിയും കൂടി വിരാട്ടിനെയും കൂട്ടി ഒരു ഫോർസം ഡാൻസ് കളിക്കാൻ പോകും. സിംഗിൾ സിമ്മു ഇതെ 3 ഫോനു ಹೆಂಗೆ ಹೇಳೋದು ಯಾವುದು ಫೈನ್. ആ വരികൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കൂ. സിംഗിൾ സിമ്മു ഇതെ 3 ഫോനു. എത്ര അർത്ഥവത്തായ വരികളാണത്. സിംഗിൾ സിമ്മു ഇതെ 3 ഫോനു. ഒരു സിംഗിൾ സിമ്മും ഉണ്ട് 3 ഫോണും ഉണ്ട്. ಹೆಂಗೆ ಹೇಳೋದು ಯಾವುದು ಫೈನ್. ഇതിലേത് ഫോണിൽ ഞാൻ എന്റെ സിം ഇൻസെർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് വിരാട്ട്. ഓരോരുത്തർക്കും ഓരോ കൺഫ്യൂഷൻ. സോ ഗൈസ്, ഈ സിം എവിടെ ഇൻസെർട്ട് ചെയ്യണമെന്നുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വിരാട്ട് കണ്ടുപിടിച്ച ഐഡിയ എന്താന്ന് വെച്ചാൽ കീർത്തിയെയും സ്മൃതിയെയും പ്രീതിയെയും കൂടി ആ പവർ പ്ലാന്റിന്റെ പണി നടക്കുന്ന സൈറ്റിന്റെ അടുത്ത് ഒരു വീടെടുത്ത് അവിടെ തന്റെ കൂടെ താമസിച്ച് വിരാട്ടിനെ ഒരു ഭർത്താവിനെ പോലെ ഈ 3 പേരും നോക്കണം. അതിലെ ബെസ്റ്റ് പെണ്ണിനെ വിരാട്ട് തെരഞ്ഞെടുക്കും. അങ്ങനെ അതിന് സമ്മതം മൂളിയ കീർത്തിയും സ്മൃതിയും പ്രീതിയും ഒരൊറ്റ വീട്ടിൽ വിരാട്ടിനൊപ്പം താമസിച്ച് ഭാര്യയെ പോലെ വിരാട്ടിനെ പരിചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ഫുഡ് ഉണ്ടാക്കുന്നു, വിരാട്ടിനെ ഉടുപ്പിടിപ്പിച്ചു കൊടുക്കുന്നു, അവിടെ പവർ പ്ലാന്റിന്റെ വാർപ്പിന് വരെ പോയി സഹായിക്കുന്നു. അവസാനം ആ ദിവസം വന്നെത്തി. വിരാട്ട് കീർത്തിനെയാണോ സ്മൃതിനെയാണോ പ്രീതിനെയാണോ സെലക്ട് ചെയ്യാന്നറിയുന്ന ആ ദിവസം. യെസ് ഗൈസ്, ദി ക്ലൈമാക്സ്. ആദ്യം തന്നെ വിരാട്ട് സ്മൃതിക്ക് ഒരു മദർ തെരേസയുടെ പടം കൊടുത്തിട്ട് അങ്ങ് പറയും, നീ മദർ തെരേസയെ പോലെയാണ്, അതുകൊണ്ട് എനിക്ക് നിന്നെ ഒരു മദർ ആയിട്ടേ കാണാൻ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ ഒരെണ്ണം ഔട്ട്. ഇനി ബാക്കി 2 എണ്ണം ഉദ്യോഗജനകമായ നിമിഷങ്ങൾ. സോ ഗൈസ്, നമ്മുടെ വിരാട്ട് അതിൽ കീർത്തിന്റെ അടുത്ത് പോയി പറയും, നീ എന്നും എന്റെ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കുമെന്ന്. യെസ്, വിരാട്ട് കീർത്തിനെ സ്മൃതിനെ റിജക്ട് ആക്കിയിരിക്കുന്നു. അപ്പൊ ഭാവി ഭാര്യ പ്രീതി തന്നെ. ഇനി ഈ പ്രീതിയെ വിരാട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പ്രീതി വിരാട്ടിന്റെ എല്ലാം കണ്ടിട്ട് അതായത് ഒരു ദിവസം വിരാട്ട് കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ പ്രീതി അവന്റെ ബെഡിൽ കിടക്കുന്നത് അവൾ അവന്റെ എല്ലാം കാണും. ഇതെന്താ പാറ്റേൺ ടാഗോ എവിടെ? ഇത് മാത്രമല്ല, ഞാനിത് നിങ്ങളോട് എങ്ങനെ പറയാ, എന്നാലും പറയാം. വിരാട്ട് കീർത്തിയോടും സ്മൃതിയോടും പറയും, പന പോലെ 3 പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും അടുക്കളയിൽ സാമ്പാറും ചോറും ഉണ്ടാക്കാന്നല്ലാതെ എനിക്ക് വേണ്ടി ഒന്ന് കിടന്നു തരാനുള്ള മനസ്സ് ഈ പ്രീതിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ಗೆಸ್ಟ್ ಹೌಸ್ ಬಂದು ಅವ್ರ ಕಿಚನ್ ಇವ್ರ ಸೈಟ್ ಅಂತಂದ್ರೆ ಇವ್ರು ಡೈರೆಕ್ಟ್ ಬೆಡ್ರೂಮ್ ಗೆ ಬಂದು എങ്ങനടാ ഇങ്ങനൊക്കെ എഴുതി പിടിപ്പിക്കാൻ പറ്റുന്നേ? ആ പേനയുടെ വരെ തൊലി ഉരിഞ്ഞു പോയിണ്ടാവല്ലോ. അങ്ങനെ ഇതോടുകൂടി ഈ ചതുരാപരാധം തീർന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ വില്ലനും ടീംസും ആ സെമിനാർ തോറ്റ ദേഷ്യത്തിൽ എടാ ഈ പ്രൊജക്ട് എനിക്ക് താട എന്നും പറഞ്ഞ് ഹെലികോപ്റ്റർ ഒക്കെ ആയി വന്ന് അവിടെ വൻ വെടിവെപ്പ് നടത്തുന്നത്. അവസാനം വിരാട്ട് ആ വില്ലനെ വീട്ടിലിട്ട് ബോംബിട്ട് കൊല്ലും. അങ്ങനെ പ്രീതിനെയും കെട്ടി സുഖമായി ജീവിക്കും. പടം കഴിഞ്ഞ്
A few moments later. യുവതി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ 7 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോരാൾ, അർജുനൻ, ബലറാം, വസുതാരദ, ലൈ ലവ് ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻട്രി കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കൈൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.